ഇ.ഡി. പോലുള്ള ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ ഫീഡർ ഓർഗനൈസേഷനായാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ ശബ്ദിക്കാൻ എളമരം കരീമിനെ പോലുള്ള നേതാവിനെ സാധിക്കുകയുള്ളൂവെന്നും ആർ.ജെ.ഡി. സംസ്ഥാന പ്രസിഡന്റ് എം.വി. ശ്രേയാംസ്കുമാർ എൽ.ഡി.എഫ് കോഴിക്കോട് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.വി. ശ്രേയാംസ്കുമാർ. കൺവെൻഷന് ലഭിച്ച വലിയ ജനപിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയം കൈവരിക്കുമെന്നതിന്റെ സൂചനയാണെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീം പറഞ്ഞു. പൊള്ളയായ വാഗ്ദാനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് നൽകിയതെന്നും ഏകപക്ഷീയമായാണ് കേന്ദ്ര സർക്കാർ ബില്ലുകൾ പാസാക്കുന്നതെന്നും ആർ.ജെ.ഡി. സംസ്ഥാന പ്രസിഡന്റ് എം.വി. ശ്രേയാംസ്കുമാർ. ഇ.ഡി. പോലുള്ള ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ ഫീഡർ ഓർഗനൈസേഷനായാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ ശബ്ദിക്കാൻ എളമരം കരീമിനെ പോലുള്ള നേതാവിനെ സാധിക്കുകയെന്നും എം.വി. ശ്രേയാംസ്കുമാർ പറഞ്ഞു. ഈ സ്വതന്ത്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് ബി.ജെ.പിയുടെ ഫീഡർ ഓർഗനൈസേഷൻസ് ആണ്. അതുപോലെയാണ് അവർ പെരുമാറുന്നത്. എന്തു പറഞ്ഞാലും ഇടി പുറകെ വരും. അത് പേടിയില്ലാത്തവനെ പാർലമെന്റ് നട്ടലോടുന്ന് സംസാരിക്കാൻ സാധിക്കും. അത് കരീമിന് സാധിക്കും, ഒരു സംശയം വിചാരിക്കണ്ട. നമ്മളുടെ ശബ്ദം ഇന്ത്യയിൽ ശബ്ദിക്കുന്ന ആൾക്കാർക്കും ശബ്ദിക്കാൻ സഖാവ് കരീമിന് സാധിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്റെ അനുഭവത്തിനെ വിളിച്ചിട്ട് ഞാൻ പറയുകയാണ്. ബി.ജെ.പിയെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് കഴിഞ്ഞ 5 വർഷം കാണിച്ച നിഷ്ക്രിയത്വം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രതിഫലിക്കുമെന്നും മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ജനസാഗരം തീർത്തുകൊണ്ടാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ അരങ്ങേറിയത്. കൺവെൻഷൻ ലഭിച്ച വലിയ ജനപിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയം കൈവരിക്കുമെന്നതിന്റെ സൂചനയാണെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീം പറഞ്ഞു. CPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കെ ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി A.K. ശശീന്ദ്രൻ, CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ, INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർ കോവിൽ തുടങ്ങി നിരവധി LDF നേതാക്കൾ പങ്കെടുത്തു. സിയ ഷംസുദ്ദീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.